20.29% കേരളം പോളിംഗ് ബൂത്തിൽ നിൽക്കുകയാണ്. തീർച്ചയായും കൊല്ലത്ത് നിന്ന് രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തെയും പത്തനംതിട്ടയും ഒക്കെ അപേക്ഷിച്ച് വലിയ പോളിംഗ് ശതമാനമാണ് കൊല്ലം. 72.8% പോളിംഗ് ആണ് യഥാർത്ഥത്തിൽ കൊല്ലം രേഖപ്പെടുത്തിയിരുന്നത്. കേരളം മുഴുവൻ ഏതാണ്ട് 20.29% പോളിംഗ് എത്തി നിൽക്കുമ്പോൾ കൊല്ലത്ത് നിന്ന് 20% പോളിംഗ് ഉയർന്നിരിക്കുകയാണ്. രാജ്കുമാർ തീർച്ചയായും സ്വാമി 20.2 നഗരപ്രദേശങ്ങളിലാണ് നീണ്ട ക്യൂകൾ പല സ്ഥലത്തും കാണാൻ കഴിയുന്നത്. അതേസമയം കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഈ മഴയുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അവിടെ മഴയ്ക്ക് ശമനം ഉണ്ടായാൽ ഉച്ച കഴിഞ്ഞ് വോട്ടർമാർ കിഴക്കൻ മേഖലയിൽ ബൂത്തുകളിലേക്ക് കൂടുതൽ എത്തിച്ചേരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇതിൽ സ്ഥാനാർത്ഥികളൊക്കെ വെച്ചു പുലർത്തുന്നത്. അതേസമയം കൊല്ലം നഗരം ഉൾപ്പെടുന്ന നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ മഴയ്ക്ക് ശമനമുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടാകാനുള്ള മഴ കനക്കുമെന്നുള്ള ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ നേരത്തെ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വോട്ടർമാർ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അജിംഷാദ്. തീർച്ചയായും രാജ്കുമാർ നിൽക്കുന്നതിന് പിന്നിൽ വലിയ നീണ്ട നിരകൾ തന്നെ ക്യൂ ആയി കാണാനുമാകും. യഥാർത്ഥത്തിൽ നിരവധി ബൂത്തുകളിൽ നിന്നും ഉള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ യന്ത്രത്തിന്റെ ചില തകരാറുകൾ ഒരുപക്ഷെ സൂചിപ്പിച്ചിരുന്നു. അതൊക്കെ പെട്ടെന്ന് പരിഹരിച്ച് മുന്നേറാനായി എന്നതാണ് രാജ്കുമാർ ആ സമയങ്ങളിൽ പറഞ്ഞിരുന്നത്. ഇപ്പോഴെങ്ങനെ? ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൊട്ടാരക്കര മണ്ഡലത്തിൽ തേവലപ്പുറം അവിടെ ഒരു വൃദ്ധ 70 വയസ്സുള്ള വൃദ്ധ വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് കടക്കുമ്പോൾ ജനൽ കമ്പിയിൽ പിടിക്കുന്നതും അവർക്ക് വൈദ്യുതാഘാതമേറ്റു. പരിക്കേറ്റ വൃദ്ധയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ ബൂത്തിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. മറ്റു ബൂത്തുകളിലേക്ക് സുഗമമായി ഇതിൻ്റെ വോട്ടെടുപ്പ് സുഗമമായി തന്നെ നടക്കുന്നുണ്ട്. അതേസമയം ഉമ്മന്നൂർ പഞ്ചായത്തിൽ ചില ബൂത്തുകളിൽ അരമണിക്കൂറിലധികം വോട്ടിംഗ് യന്ത്രം തകരാറിലായിട്ടും പരിഹരിച്ചില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. പല വോട്ടർമാരും മടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇപ്പോഴത് അവിടെ പരിഹരിച്ച് കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും വോട്ടിംഗ് മെഷീൻ പതിവ് പോലെ തന്നെ അത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമുക്ക് പ്രകടമാണ്. വോട്ടിംഗ് യന്ത്രത്തിൻ്റെ തകരാറ് ഇത്രയേറെ സാങ്കേതികമായി പുരോഗമിച്ചിട്ടും ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വസ്തുത തീർച്ചയായും രാജ്കുമാർ അത് വ്യക്തമാക്കുന്നു. ഈ ഘട്ടത്തിൽ 20.29% കേരളം പോളിംഗ് ശതമാനത്തിലെത്തിയിരിക്കുന്നു. കൊല്ലത്ത് 20%. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. പേരാമ്പ്രയിൽ വോട്ട് ചെയ്യുന്നതിനിടെ ഒരു വൃദ്ധൻ കുഴഞ്ഞു വീണ് മരിച്ചു. വൈദ്യുതി ആഘാതമേറ്റു കൊല്ലത്തെ കൊട്ടാരക്കരയിലെ ഒരു ബൂത്തിൽ നിന്നും ഒരു വൃദ്ധയ്ക്ക്. ഈ രണ്ട് സംഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടത്. കനത്ത പോളിംഗ് തന്നെ ആദ്യ നിമിഷങ്ങളിൽ രേഖപ്പെടുത്തുന്ന സാഹചര്യം തെക്കൻ കേരളത്തിൽ വലിയ തോതിലുള്ള തുടക്കത്തിലൊരു മന്ദത രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് ചടുലമായ രീതിയിലേക്ക് പോളിംഗ് ശതമാനം ഉയരുന്ന സാഹചര്യം കേരളത്തിൽ പൊതുവെ നോക്കുമ്പോൾ 22% കടന്നിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് ലഭിക്കുന്നത്. പൊതുവെ വിലയിരുത്തുമ്പോൾ ദിനകർ ചേരുന്നു ഏറ്റവും സമഗ്രമായ ചിത്രം നൽകാൻ. KG ദിനകർ, പൊതുവെ വിലയിരുത്തുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലെയും ഒക്കെ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെ തന്നെ ചടുലമായ രീതിയിലുള്ള വോട്ടിംഗ് നിലയാണോ ആദ്യ 3 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ രേഖപ്പെടുത്തുന്നത്? പ്രജീഷ്, പോളിംഗ് ആരംഭിച്ച് 3 മണിക്കൂർ പിന്നിടുന്നു. സംസ്ഥാനത്തൊട്ടാകെ 22% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത് മികച്ച പോളിംഗ് തന്നെ ആയിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാവുക എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് രാവിലെ മുതൽ നമുക്ക് ലഭിക്കുന്നത്. കാരണം രാവിലെ പല പ്രദേശങ്ങളിലും മഴ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ മഴയ്ക്ക് ശമനം വന്നിരിക്കുന്നു. കാലാവസ്ഥ മികച്ച കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ബൂത്തിലേക്ക് ഒഴുകിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. നഗരപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ നാട്ടുംപ്രദേശങ്ങളിലും എന്ന് വേണ്ട എല്ലാ മേഖലയെടുത്ത് പരിശോധിച്ചാലും പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോൾ തുടരുക. ഇപ്പോൾ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി സമ്മതിദാനം വിനിയോഗിച്ച ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയുണ്ടായി. അതിലേക്ക് രാഷ്ട്രീയ മാറ്റം ഉണ്ടാവും. ഇന്നലെ ഒരു രാഷ്ട്രീയവും കാലാവസ്ഥയൊക്കെ ചൂടായിരുന്നു. ഇന്ന് പക്ഷേ നേരെ തിരിച്ചാണ്, തണുത്തു കാലാവസ്ഥ. ഇത് മാറ്റത്തെയാണ് രാഷ്ട്രീയവും കാലാവസ്ഥയും തമ്മിൽ ബന്ധിപ്പിക്കണം. രണ്ട് കാര്യങ്ങളല്ല. നോക്കാം, നമുക്ക് രാത്രി 19 ഞാൻ പറയാം, രാവിലെ ഒരു 11 മണിയാകുമ്പോൾ പറയാം.
പോരെ നമ്മുടെ കുടിവെള്ള പദ്ധതി എന്തായി നടക്കുന്നു. തൽക്കാലം ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടല്ലോ. അത് കുടിവെള്ള പദ്ധതിയല്ല, ശരിക്കും പറഞ്ഞാൽ അത് ഒരു അതായത് ജലസാക്ഷരതയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ തുടർ പദ്ധതി എങ്ങനെയായിരിക്കും? അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എടുക്കും. അതിൽ തിരക്കല്ലേ, ഇത് കഴിയട്ടെ. തൽക്കാലം എല്ലാവരും തിരക്കിലാണ്. അപ്പോൾ ഇലക്ഷൻ തിരക്കാണ്. അതിന് സാക്ഷരതയാണ് നമ്മുടെ ഉദ്ദേശം. വാട്ടർ ലിറ്ററസി, അതാണ് അതിൻ്റെ ഐഡിയ. അത് തന്നെ ഉണ്ടായാൽ തന്നെ നമുക്കൊരു വലിയ പരിഹാരം ഉണ്ടാവും. ഭാവിയിൽ അങ്ങ് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? രാഷ്ട്രീയത്തിലുണ്ടല്ലോ. അതല്ല, മറ്റ് പല നടന്മാരും ഇത്തവണ രാഷ്ട്രീയത്തിലേക്ക്. ആ ചോദ്യത്തിന് ഇപ്പൊ പ്രസക്തിയില്ല, കഴിഞ്ഞു. അല്ല, ഇനി വരുമ്പോ ഇലക്ഷനില്ല, അപ്പൊ ചോദിക്കാം. അപ്പൊ ഞാൻ പറയാം. അല്ല, ഇലക്ഷൻ അല്ല, ഇപ്പോഴേ അതിനെന്തെങ്കിലും തുടക്കം കുറിക്കുന്നുണ്ടോ? ഓ, അങ്ങനെയുണ്ടോ? തൽക്കാലം ഇല്ല. തീർച്ചയായും നടൻ 19-ാം തീയതി വരെ കാത്തിരിക്കാമെന്നാണ് എന്ന് തന്നെയാണ് ചലച്ചിത്ര താരം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സിനിമാ താരങ്ങൾ കൂടി ഏറെക്കുറെ മാറ്റുരയ്ക്കുന്ന ഒരു ഘട്ടത്തിൽ മമ്മൂട്ടിയുടെ ഒക്കെ തന്നെ പ്രതികരണം ഏറെ വളരെ വസ്തുതാപരവും നിർണായകവുമാണ്. ദിനകർ ഒരിക്കൽ കൂടി ചേരുകയാണ്. തത്സമയം കേരളത്തിന്റെ ഒരു പൊതുചിത്രം നൽകുന്നതിന് വേണ്ടി ദിനകർ പൊതുവെ വിലയിരുത്തുമ്പോൾ ചില കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും തുടക്കം കാണിച്ച ചില മന്ദതകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നീങ്ങി വളരെ ചടുലമായ രീതിയിലേക്ക് വോട്ടിംഗ് പോകുന്നുണ്ടോ? പ്രജീഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 മണിക്കൂർ പോളിംഗ് 3 മണിക്കൂർ പിന്നിടുമ്പോൾ അത് വോട്ടിംഗ് ശതമാനം ക്രമേണ വർദ്ധിച്ചു വരുന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം മുൻ വർഷത്തെ പെർസെൻറ്റേജ് ശതമാനം മറികടക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് രാവിലെ മുതൽ ലഭിക്കുന്നത്. കാരണം 2 മാസത്തോളം നാടിളക്കിയുള്ള പ്രചരണം തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളും നടത്തിയത്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും, വോട്ടിങ്ങിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്ത് എമ്പാടും 22% പോളിംഗ് കടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ സൂചനകൾ. ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒരുപോലെ നീണ്ട നിര നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. രാവിലെ 7 മണിക്ക് മുതൽ തന്നെ 7 മണിക്ക് മുൻപ് തന്നെ ക്യൂവിൽ സ്ഥാനം പിടിച്ച് രാവിലെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളും സ്ഥാനാർത്ഥികളും ഒക്കെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയവും വോട്ടർമാരെ രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ ഇന്നലെ മുതൽ തലസ്ഥാന നഗരി അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്നലെ രാത്രിയും മറ്റും കനത്ത മഴ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വോട്ടർമാർക്ക് ബൂത്തുകളിലേക്ക് എത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. കനത്ത പോളിംഗ് തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരം ജില്ലയിലൊട്ടാകെ 19.5% പേർ വോട്ട് രേഖപ്പെടുത്തിയതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഒരിടത്തൊന്നും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വളരെ സമാധാനപരമായ രീതിയിൽ പോളിംഗ് പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. പ്രജീഷ്. യെസ് അഞ്ജു, അവിടെ കേരളത്തിന്റെ പൊതുവായ ഒരു ചിത്രമാണ് ദിനകർ നൽകിയത്. പൊതുവെ ഒരു പക്ഷേ ഇന്ന് രാവിലെ തുടക്കം മുതൽ വോട്ടിംഗ് ആരംഭിച്ച സമയം മുതൽ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് മലബാറാണ്. പൊതുവെ ഒരു പക്ഷേ മലബാറിന്റെ ചിത്രം പരിശോധിച്ചാൽ അതിൽ അസ്വാഭാവികത ഒന്നും കാണേണ്ടതില്ലെന്ന് പൊതുവെ ഒരു ട്രെൻഡ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മലബാറിന്റെ ഒരു വോട്ടിംഗ് നില എത്രത്തോളം മുന്നണികളെ അവരെ പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ എങ്ങോട്ടായിരിക്കും മുന്നണികൾക്ക് കൂടുതൽ സ്വാധീനം ചെലുത്തുക എന്നൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ മലബാറിലെ രാഷ്ട്രീയ ഗതി, ജനങ്ങളുടെ മനസ്സ് എങ്ങോട്ടാണ്, അത് സംബന്ധിച്ച് എന്തായാലും അതിൻ്റെ സൂചനകളാണ് എന്തായാലും ട്രെൻഡിലൂടെ വലിയ തോതിലുള്ള വളരെ ചടുലമായ രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം മുന്നേറുന്ന ഒരു സാഹചര്യം. എന്തായാലും മലബാറിൻ്റെ ഒരു ചിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മോടൊപ്പം മേഘ മാധവൻ തത്സമയം ചേരുന്നു. മേഘ, ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഏകദേശം 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 26% കടന്നിരിക്കുന്ന ഒരു സാഹചര്യം. വടക്കൻ മേഖലകളിൽ പലപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെയും പരിശോധിച്ചാൽ 80% പോലും രേഖപ്പെടുത്തിയ പിന്നിട്ട് കഴിഞ്ഞ ജില്ലകൾ ഉണ്ട്. പല തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഒരു സ്വാഭാവികമായ ഒരു ട്രെൻഡ് എന്നാണോ നമ്മൾ നോക്കിക്കാണേണ്ടതോ പ്രത്യേക സാഹചര്യം ഉണ്ട്? ഏത് രീതിയിലൊക്കെ വോട്ടിംഗ് നില പുരോഗമിക്കുന്നു, മാറിമറിയുന്നു? പോലും രേഖപ്പെടുത്തിയ പിന്നിട്ട് കഴിഞ്ഞ ജില്ലകൾ ഉണ്ട്. പ്രജീഷ് സൂചിപ്പിച്ചത് പോലെ തന്നെ 26% പോളിംഗ് ശതമാനം എത്തിയിരിക്കുന്നു. കനത്ത പോളിംഗ് തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാകും എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വോട്ടർമാർ എത്രയും പെട്ടെന്ന്
രേഖപ്പെടുത്തുക എന്ന തത്രപ്പാടിൽ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമാണ്, മഴ പെയ്തിരിക്കുന്നു. എങ്കിൽ കൂടിയും വലിയ തരത്തിലുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ അനുഭവപ്പെട്ട് കൊണ്ടിരിക്കുന്നത്. നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ മലബാർ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഇടതിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ജില്ലയാണ് കോഴിക്കോട് ജില്ല. 13 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ വലിയ വിജയം തന്നെയാണ് ഇടത് പ്രതീക്ഷിക്കുന്നത്. വലതിനും പ്രതീക്ഷകൾ ഒട്ടും കുറവല്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ചെറിയ തരത്തിലുള്ള മുന്നേറ്റം ജില്ലയിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു. ആ ആത്മവിശ്വാസത്തോടെയാണ് BJPയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗിൽ തിക്കോടി, കൊടുവള്ളി, ചോമ്പാല എന്നീ പോളിംഗ് സ്റ്റേഷനുകളിൽ അല്പസമയം യന്ത്ര തകരാറ് മൂലം പോളിംഗ് മുടങ്ങിയിരുന്നു. അത് ഏറെ നേരം വോട്ടർമാർക്ക് ഏറെ നേരം പോളിംഗ് ബൂത്തിൽ കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അതിനുശേഷം പോളിംഗ് പുനരാരംഭിച്ചു. എല്ലാ തരത്തിലും വലിയ രാഷ്ട്രീയ കാലഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ സമയങ്ങളിലൂടെ കടന്നുപോയ ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനവും ഉയർന്നിരിക്കൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ പാർട്ടികൾക്ക് വലിയ പ്രതീക്ഷയാണ് ഇത് നൽകുന്നത്. 78,432 കന്നി വോട്ടർമാരാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. കന്നി വോട്ടർമാരുടെ നിലപാട് എല്ലാ തരത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും എന്നത് തീർച്ചയാണ്. 26% കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം മഴ പെയ്തിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇത് വോട്ടിങ്ങിനെ ബാധിക്കുക എന്നത് നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രമുഖ സ്ഥാനാർത്ഥികൾ പ്രദീപ് കുമാർ MLA വെസ്റ്റ് ഹിൽ സ്കൂളിൽ വന്ന് തന്റെ വോട്ട് രേഖപ്പെടുത്തി. എഴുത്തുകാരൻ MT വാസുദേവൻ നായർ സൗത്ത് മണ്ഡലത്തിലെ സെന്റ് വിൻസെന്റ് സ്കൂളിൽ വന്ന് തന്റെ വോട്ട് രേഖപ്പെടുത്തി. സൗത്ത് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി MK മുനീർ നോർത്ത് മണ്ഡലത്തിൽ വന്നാണ് വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് അതിന്റെ 3 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കോഴിക്കോട് ശക്തമായ പോളിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രജീഷ്, മേഘ, അതുതന്നെയാണ് രാവിലെ മുതൽക്കേ തെക്കൻ കേരളത്തിലും മഴയുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ അതൊന്നും വകവയ്ക്കാതെ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ നിരവധി ആളുകൾ ഇപ്പോഴും ക്യൂ നിൽക്കുന്നു. ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അവർ എത്തിയതും. അത്തരത്തിൽ തന്നെ ഒരു പ്രതീക്ഷ തന്നെയല്ലേ കോഴിക്കോട് നിന്നും ഇതിനോടകം തന്നെ 26% എത്തിയിരിക്കുന്നു പോളിംഗ് മലബാറിൽ. അത്തരത്തിൽ വീണ്ടും മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ആളുകൾ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയല്ലേ ലഭിക്കുന്നതും? തീർച്ചയായും അഞ്ജു, അത് തന്നെയാണ് ഈ 26% എന്ന പോളിംഗ് നിരക്ക് കാണിക്കുന്നത്. 7 മണി രാവിലെ അനുകൂലമായ കാലാവസ്ഥയായിരുന്നു. എങ്കിലും ഇപ്പോൾ അല്പസമയം മുമ്പാണ് കോഴിക്കോട് ജില്ലയിൽ മഴ പെയ്യാൻ തുടങ്ങിയത്. അത് ഒരു തരത്തിലും തന്നെ ഈ വോട്ടിങ്ങിനെ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ എത്തുന്നവരെ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ക്യൂവിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഉച്ചയ്ക്ക് ശേഷം മഴ കനക്കും എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വോട്ടർമാരെ രാവിലെയുള്ള സമയങ്ങളിൽ ഉച്ചവരെയുള്ള സമയങ്ങളിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിക്കുക എന്നതായിരുന്നു പാർട്ടിക്കാരുടെ ഒപ്പം തന്നെ ലക്ഷ്യം. എന്നാൽ എല്ലാ പോളിംഗ് കേന്ദ്രങ്ങളിലും നമുക്ക് 1887 പോളിംഗ് കേന്ദ്രങ്ങളിലും വലിയ തരത്തിലുള്ള വോട്ട് രേഖപ്പെടുത്താൻ വന്നവരുടെ തിരക്കാണ്. മഴയെ അവഗണിച്ചുകൊണ്ട് ആളുകൾ ക്യൂ ആയി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. മലയോര ഗ്രാമീണ നഗരപ്രദേശങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള തിരക്കാണ് വോട്ട് ചെയ്യാൻ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അഞ്ജു, മേഘ, പൊതുവെ മലബാറിന്റെ ചിത്രം പരിശോധിച്ചാൽ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യത്തിലേക്ക് ഒക്കെ വന്നാൽ ഇപ്പോൾ മേഖലയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് കോടിയേരിയിലേക്ക് പോകും മുമ്പ് മേഘയിലേക്ക് പോകുന്നു. മേഘ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുവെ ഒരു ചിത്രം മലബാറിന്റെ പരിശോധിച്ചു കഴിഞ്ഞാൽ എക്കാലവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാത്രം നമുക്ക് പരിശോധിച്ചാൽ തന്നെ വ്യക്തമായ അടിയൊഴുക്കുകളില്ലാതെ മേലൊഴുക്ക് മാത്രം ദൃശ്യമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. കാരണം 9 വളരെ നിർണായകമായ 13 മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ 9 മണ്ഡലങ്ങളും LDFിനൊപ്പം നിൽക്കുന്ന സാഹചര്യം. ഇത്തവണ ഏതെങ്കിലും തരത്തിലുള്ള, കാരണം BDJS ഫാക്ടർ അടക്കം സംസ്ഥാനത്ത് വരുന്ന പുതിയ സാഹചര്യങ്ങളുണ്ട്. BJP തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ചെലുത്തുന്ന പോലെയുള്ള സ്വാധീനം ചില സ്ഥലങ്ങളിൽ ചെലുത്തുന്നുണ്ടോ? വ്യക്തമായ അടിയൊഴുക്കുകൾ ഇത്തവണ കാണാൻ കഴിയുന്നുണ്ടോ? ആ അടിയൊഴുക്കുകൾ മുൻനിർത്തിയുള്ള വോട്ടിംഗ് നിലയിൽ ഇത്തരം ഗണ്യമായൊരു വർധനവ് സ്വാധീനിക്കുന്നുണ്ടോ?
പ്രജീഷ്, കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് 13 നിയമസഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. നമുക്ക് മറ്റ് ജില്ലകളിലെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കോഴിക്കോട് ഇടതിന് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ല കൂടിയാണ്. കഴിഞ്ഞ തവണ 3 സീറ്റ് മാത്രമാണ് ഇടതിന് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയുണ്ടായത്. ഇത്തവണ 13 പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളുമാണ് ഇടത് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. തിരുവമ്പാടി നമുക്ക് മണ്ഡലങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ തിരുവമ്പാടി മണ്ഡലം രാഷ്ട്രീയ കേരളത്തിൽ നിറഞ്ഞിരുന്നു. തിരുവമ്പാടി മണ്ഡലം ലീഗിന് വിട്ടു നൽകിയതിൽ തിരുവമ്പാടിയിൽ ഏറ്റവും കൂടുതലുള്ള കർഷകർ മലയോര വികസന സമിതി തുടരാം മേഘ. 10 കഴിഞ്ഞ തവണ കോഴിക്കോട് 13 മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങൾ LDF നിലനിർത്തി. ഇത്തവണയും ആ രീതിയിലുള്ള ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് തത്സമയം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കേരളത്തിൽ UDFൻ്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കുന്ന ഒരു ജനവിധിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. വർഗീയതക്കും അഴിമതിക്കുമെതിരായിട്ടുള്ള ഒരു ശക്തമായ വിധിയെടുത്തായിരിക്കും. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്ത UDF ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സ്ത്രീകളുടെ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി അലയടിച്ചുയരാൻ പോവുകയാണ്. BJPക്കുമെതിരായിട്ടുള്ള ജനവിധിയായിരിക്കും ഇത്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ 2 വർഷക്കാലത്തെ ഭരണം രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള വർഗീയവൽക്കരണവും കോർപ്പറേറ്റ് വൽക്കരണവും വിലക്കയറ്റവും അത് സംബന്ധിച്ചുള്ള പ്രതികരണം കൂടി ഉണ്ടാകും. നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് നടത്തിയിട്ടുള്ള തെറ്റായ പരാമർശങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ തിരിച്ചടി BJPക്ക് ലഭിക്കും. അതിൻ്റെ ഫലമായി BJPക്ക് ഇത്തവണയും ഒരു മണ്ഡലത്തിൽ പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല. താമര കേരളത്തിൽ വിരിയാൻ പോകുന്നില്ല എന്ന് ഒരിക്കൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തെളിയിക്കാൻ പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയമായിരിക്കും ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. 2006 ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് സമീപകാലത്ത് ലഭിച്ചത്. അന്ന് 98 സീറ്റായിരുന്നു. ഇത്തവണ 100-ലധികം സീറ്റ് ഇടതുപക്ഷ മുന്നണി നേടും എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. എല്ലാ ബൂത്തിനകത്തു നിന്നും ഉള്ള ജനങ്ങളുടെ പ്രതികരണം ആശാവഹമാണ്. യുവാക്കൾ, യുവതികൾ, പുതിയ വോട്ടർമാർ ആവേശത്തോടു കൂടി പോളിംഗ് ബൂത്തിലേക്ക് വരുന്നുണ്ട്. സ്ത്രീകൾ വലിയ തോതിൽ ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും നല്ല പോളിംഗ് നടക്കുന്ന പ്രദേശങ്ങളാണ് ഈ പ്രദേശങ്ങളൊക്കെ. അത് മുൻകാലത്തെല്ലാം ഉള്ളതുപോലെ തന്നെയുള്ള ശക്തമായ പോളിംഗ് തന്നെയാണ് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. നാട്ടിലുള്ളവരെല്ലാം വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴുള്ള അവസ്ഥ. അതുകൊണ്ട് ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നതും ഇടതുപക്ഷ മുന്നണിക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഇടത് തരംഗം എന്നാണ് DS പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭരണത്തിൽ വരികയാണെങ്കിൽ ഇപ്പോൾ അഴിമതിയെക്കുറിച്ചും പല വിഷയങ്ങളും ഇപ്പോഴും വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ളൊരു കാലയളവ് ഇതൊന്നും ഇല്ലാത്തൊരു കാലയളവായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ കാലത്തും ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ അഴിമതിരഹിത ഭരണമാണ് ഇവിടെ കാഴ്ചവെച്ചത്. ഇത്തവണ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ UDF ഗവൺമെൻറ് കാണിച്ചിട്ടുള്ള എല്ലാ അഴിമതിയിൽ ഉൾപ്പെട്ട കേസുകൾ അത് സംബന്ധിച്ച് അന്വേഷണ വിധേയമാക്കും. ബന്ധപ്പെട്ടവർക്കെതിരായിട്ടുള്ള ശക്തമായ നടപടിക്ക് തുടക്കം കുറിക്കും. അഴിമതി തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഇന്നത്തെ സംവിധാനം മാറ്റും. അതൊരു സ്വതന്ത്ര ഏജൻസിയാക്കി പ്രവർത്തിച്ചുകൊണ്ട് അഴിമതിക്ക് കാണിക്കുന്ന ആരായാലും അവരെ കൽത്തുറുങ്കിലടക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് ഈ കേരളം മാറും. BDJSൻ്റെ ഭാവി മുൻകാലത്തുണ്ടായിരുന്ന SRPയുടെ അവസ്ഥ തന്നെയായിരിക്കും BDJSന് ഉണ്ടാകാൻ പോകുന്നത്. ഇന്നിപ്പോൾ പഴയ SRP ഇപ്പോൾ നിലവിലില്ല, പഴയ NDP നിലവിലില്ല. അപ്പോൾ ഇതെല്ലാം താൽക്കാലികമായി ഉണ്ടാകുന്ന ചില പ്രതിഭാസങ്ങൾ മാത്രമാണ്. ഇന്നത്തെ BDJSകാർ കുറേ ആളുകൾ നാളെ BJPക്കാരായി മാറും. ആ BDJS നിലനിൽക്കാൻ പോകുന്നില്ല. ഇപ്പം കുറേ ഹെലികോപ്റ്ററൊക്കെ കൊടുത്ത് ആകാശത്തിലൊക്കെ പറത്തി എന്നുള്ളത് കവിഞ്ഞ് അത് മിച്ചമായിരിക്കും. വേറെ BDJSന് മറ്റ് മിച്ചമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കുറച്ച് സാമ്പത്തികമായിട്ടുള്ള മിച്ചവും ഉണ്ടാകും എന്നുള്ളത് മാത്രമേ BDJSന് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അതൊരു ആത്മഹത്യാപരമായ നീക്കമാണെന്ന് അവർക്ക് മനസ്സിലാകാൻ പോവുകയാണ്.
അതൊരു ധൃതരാഷ്ട്രാലിംഗനമാണെന്ന് വരും ദിവസങ്ങളിൽ BDJSകാർക്ക് മനസ്സിലാവും. വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരായ ഒരു ജനവിധി ഉണ്ടാകുമെന്ന് മാത്രമല്ല അവിടെ ഇടതുപക്ഷത്തിന് ചരിത്ര വിജയം ഉണ്ടാകും എന്നും കോടിയേരി പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് BJP ഇത്തവണയും അക്കൗണ്ട് തുറക്കില്ല. അവിടെ BDJSന്റെ അവസ്ഥ, അതിന്റെ ഭാവി SRP NDP പഴയ ചരിത്രം അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. ഇനി സംസ്ഥാനത്തിന്റെ ഇതുവരെയുള്ള ഒരു ചിത്രം പരിശോധിച്ചാൽ 23.17% വോട്ടിംഗ് പിന്നിട്ടിരിക്കുന്നു. വളരെ ചടുലമായ രീതിയിലുള്ള വോട്ടിംഗ് നില എന്ന് തന്നെ വേണം പറയേണ്ടി വരും. മറ്റൊന്ന് കൊല്ലത്തെ ഒരു ചിത്രം. പൊതുവെ തെക്കൻ കേരളം പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് ഒപ്പം നിന്നിട്ടുള്ള ഒരു മേഖല കൂടിയാണ് കൊല്ലം. ഇത്തവണ കൊല്ലത്ത് വലിയ തോതിലുള്ള അവകാശവാദം ഇരു മുന്നണികളും, പ്രത്യേകിച്ച് UDF ചില മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുമെന്ന വാശിയോടുകൂടി അവർ മുന്നോട്ട് പോകുന്നു. അതേസമയം ഏതെങ്കിലും ഒരിടത്ത് BDJSന്റെ ഫാക്ടർ നിർണായകമായ സ്ഥലങ്ങൾ കൂടി കൊല്ലം പരിശോധിച്ചാൽ പൊതുവെ കാണാം. കൊല്ലത്തെ വോട്ടിംഗ് നില സംബന്ധിച്ച് ഇതുവരെ ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനം 22% ഇപ്പോൾ കൊല്ലത്തെ വോട്ടിംഗ് പിന്നിട്ടിരിക്കുന്ന ഒരു ഘട്ടം. ആദ്യ 3 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 3.5 മണിക്കൂറുകൾ ഏകദേശം പിന്നിട്ടുമ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ. രാജ്കുമാറിലേക്ക് പോകേണ്ടതുണ്ട്. രാജ്കുമാർ, ഏറെ അടിയൊഴുക്കുകൾ ഒരുപക്ഷെ ഇത്തവണ അവകാശപ്പെടുന്ന ഉണ്ട് എന്ന് പറയുന്ന ഒരു ജില്ല, അവിടെ പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിന്നിട്ടുള്ള ഒരു ജില്ലയുമാണ്. വോട്ടിംഗ് നില പരിശോധിക്കുമ്പോൾ 22% ഗണ്യമായി കഴിഞ്ഞ തവണത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്നിട്ടുണ്ടോ? ഉയരാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? രാജ്കുമാർ. പ്രജീഷ്, കാലാവസ്ഥ അനുകൂലമായ ഒരു രീതിയിലാണ് ഒരു ബഹുഭൂരിപക്ഷം, അതായത് 11 മണ്ഡലങ്ങളുടെ കണക്കെടുക്കുമ്പോൾ കൊല്ലം ജില്ലയിൽ ഒരു കാലാവസ്ഥ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതേസമയം കുളത്തുപുഴ, തെന്മല, പുനലൂർ തുടങ്ങിയ അല്ലെങ്കിൽ പത്തനാപുരം തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് നേരിയ തോതിൽ മഴ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ മഴ ശമിച്ചതിന് ശേഷമായിരിക്കും കിഴക്കൻ മേഖലയിൽ കൂടുതൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെയൊക്കെ പ്രതീക്ഷ. അതേസമയം നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. രാവിലെ അല്പനേരം മഴ പെയ്തിരുന്നെങ്കിലും പിന്നീട് അത് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്കുള്ള ഒരു സാധ്യത നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് നഗരപ്രദേശങ്ങളിൽ ബഹുഭൂരിപക്ഷം വോട്ടുകളും വീഴാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടമ്മമാരുടെ ഒരു ശൈലിയുണ്ട്. വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം വന്ന് വോട്ട് ചെയ്യുന്ന, ഇന്ന് ഇക്കുറി 6 മണി വരെ നീട്ടിയിട്ടുള്ളതിനാൽ ഉച്ചയ്ക്ക് ശേഷം വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സാധാരണ നിലയുമുണ്ട്. അത് രണ്ടും കൂടി പരിശോധിക്കുമ്പോൾ ഒരു സമ്മിശ്രിത ഫലമാണ്. എന്തായാലും പോളിംഗ് ശതമാനം കഴിഞ്ഞ കുറിയെ അപേക്ഷിച്ച് ഏകദേശം സമാനമായ നിലയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാലാവസ്ഥയുടെ ഒരു വല്ലാത്ത ഇതാണ്. വെയിലുമില്ല, അതേസമയം മഴയും ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഉള്ള അവസരം വിനിയോഗിക്കുന്നവരുമുണ്ട്. ഉച്ച കഴിഞ്ഞ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ വരാനുള്ള സാധ്യതയുണ്ട്. രാജ്കുമാറിലേക്ക് എത്താം. ഇപ്പോൾ ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയം അതിലേക്ക് എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാസറ്റും കാര്യങ്ങളെല്ലാം പത്രങ്ങളിലുണ്ട്. എന്നിട്ട് അങ്ങനെ പറഞ്ഞതാണ് എന്ന് പോലും പറയുന്നില്ല. ഈ പുതിയത് പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്നത് പിന്നെ അവരുടെ പത്രസമ്മേളനവും കാത്തിരിക്കുകയാണ് പല്ലും. പക്ഷെ ഞെട്ടിയത് അങ്ങനെ കാത്തിരുന്നവരാണ്. കാരണം ഒരു യാത്ര കോയമ്പത്തൂർക്കുണ്ടായിരുന്നു പണ്ട്. അവസാനം CD തപ്പി. അവസാനം ആ കവറിനകത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിയ കുറെ പേരുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ പലരെയും ഞെട്ടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ഇല്ലാത്തത് കേട്ടപ്പോൾ ഞെട്ടിയവരാ. അല്ല UDFന്റെ ഐക്യമാണ് ഇതിന്റെ ഏറ്റവും അത് പിന്നെ അല്ലല്ല എന്ത് ക്രെഡിറ്റ് ഉണ്ടെങ്കിലും അത് UDFന്റെ യോജിപ്പിന് കിട്ടുന്ന അംഗീകാരമാണ്, ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. വീഴ്ചകളുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം UDFന്റെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ മറുപടി പറഞ്ഞേ പറ്റൂ. They will not perform better. They will not. In Kerala, the general situation is not to the BJP side. യെസ്, ഉമ്മൻചാണ്ടിയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹവും അവകാശവാദം ഉന്നയിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ വൻ വിജയം ഉണ്ടാകും, അതേസമയം വീഴ്ചകൾ
കഴിഞ്ഞ കാലയളവിലുള്ള വീഴ്ചകൾ കൂടി നിർണ്ണയിക്കപ്പെടുന്ന വിശകലനം ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പായി മാറും ഇത്തവണത്തേതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. തീർച്ചയായും ആ വീഴ്ച ഉണ്ടെങ്കിൽ അതിന്റെ മറുപടി ചെയർമാൻ എന്ന നിലയിൽ താൻ പറയേണ്ടതാണെന്നുമുള്ള ഒരു പ്രതികരണം കൂടി ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് തികഞ്ഞ ആത്മവിശ്വാസം തന്നെ ഉമ്മൻചാണ്ടി പ്രകടിപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടിയും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി കൊല്ലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രാജ്കുമാറിലേക്ക് ചേരുന്നു. രാജ്കുമാർ, ഏതായാലും രാജ്കുമാർ, കൊല്ലം ഏറ്റവും പുതിയ ചിത്രം സംസ്ഥാനത്തിന്റെ 25.07 1/4% പിന്നിട്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. പൊതുവെ ഏറ്റവും പുതിയ വിവരമാണ്, ഏറ്റവും അപ്ഡേറ്റഡ് വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. 25.7%, വളരെ ചടുലമായ രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം 25.07. എനിക്ക് തോന്നുന്നു പൊതുവെ ഒരു ചടുലമായ ഒരു പോക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇനിയുള്ള സാഹചര്യങ്ങൾ കൂടി അത് നിർണ്ണയിക്കപ്പെടേണ്ടതാണ്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ, അതിന്റെ അഗാധതയിലേക്ക് പോയി കഴിഞ്ഞാൽ വിവരങ്ങൾ നൽകാൻ KG ദിനകർ ചേരുകയാണ്. ദിനകർ, 1/4% പിന്നിട്ടിരിക്കുന്നു. ആദ്യ 3.5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എങ്ങനെ വിലയിരുത്താം? KG. 25.07%. പൊതുവെ കേരളത്തിന്റെ വ്യക്തമായ ചിത്രം 3.5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ കണക്കാണ് പീപ്പിൾ TVയിലൂടെ പുറത്തേക്ക് വരുന്നത്. 25.07%. വളരെ നിർണായകമായ വോട്ടിംഗ് നില പിന്നിട്ടിരിക്കുന്നു. 1/4%. രാവിലത്തെ മന്ദഗതിയിലുള്ള പോക്ക് ഒരുപക്ഷെ തെക്കൻ കേരളത്തിലും. ഇപ്പോൾ ദിനകർ വിശദാംശങ്ങളുമായി ചേരുന്നു. ദിനകർ, ഏറ്റവും പുതിയ നിലയാണ് വന്നിരിക്കുന്നത്, 25.07%. വിവരങ്ങൾ, പൂർണ്ണ വിവരങ്ങൾ. പ്രജീഷ്, സംസ്ഥാനത്ത് എമ്പാടും 25.07% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അതായത് ആകെ വോട്ടർമാരുടെ 1/4 പേർ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതിയതായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോൾ വോട്ടർമാരുടെ നീണ്ട നിര തന്നെ ദൃശ്യമാണ്. അത് നഗരപ്രദേശമെന്നോ ഗ്രാമപ്രദേശമെന്നോ തീരപ്രദേശമെന്നോ വേർതിരിവില്ലാതെ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ നഗരപ്രദേശങ്ങളിലെ ചില ബൂത്തുകളിൽ വോട്ടർമാരുടെ ക്യൂ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. രാവിലെ പല ബൂത്തുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. ഇപ്പോൾ ചില ബൂത്തുകളിൽ മാത്രം വോട്ടർമാരുടെ കുറവ് ഉണ്ട്. എന്നാൽ വരും മണിക്കൂറുകളിൽ അത് ഗണ്യമായി ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നല്ല തെളിഞ്ഞ കാലാവസ്ഥപ്പെടുന്നത്, മഴ മാറി കാലാവസ്ഥ തെളിഞ്ഞതുകൊണ്ട് തന്നെ വോട്ടർമാർ ബൂത്തുകളിലേക്ക് വീണ്ടും ഒഴുകിയെത്തി തുടങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല, സംസ്ഥാനത്ത് എമ്പാടും രാഷ്ട്രീയ കക്ഷികൾ ആ രീതിയിലുള്ളൊരു പ്രചരണം 2 മാസക്കാലം കടുത്ത പ്രചരണം നടത്തിയതുകൊണ്ട് തന്നെ, ശക്തമായ പ്രചരണം നടത്തിയതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിൽ ഉയർച്ചയും പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 75.12% പേരായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയതെങ്കിൽ ഇത്തവണ അതിന് മുകളിലേക്ക് എത്തും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പോളിംഗ് പൊതുവെ സമാധാനപരമായി തന്നെ ആണ് നടക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 19.5% പേർ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പ്രജീഷ്, സംസ്ഥാനത്തെ ഏറ്റവും വ്യക്തമായ ചിത്രം 25.07% ആദ്യ 3.5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വോട്ടിംഗ് നില. ഇടവേളയ്ക്ക് ശേഷം ഇടവേളയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം. ഇടവേളയ്ക്ക് ശേഷം ഏറ്റവും പുതിയ ചിത്രം നൽകാം. പ്രജീഷ്, വിധി എഴുതി ഏതാണ്ട് 3.5 മണിക്കൂർ പിന്നിടുകയാണ്. ഇതുവരെ 25.7% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കനത്ത പോളിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. കേരളം 25.07%. തീർച്ചയായും കേരളം പിന്നിട്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ മലബാറിലാണെന്ന് വേണം പറയാൻ. തിരുവനന്തപുരം 22%. ആ നിലയിലേക്ക് ഒരു പക്ഷേ സ്റ്റേറ്റ് വൈഡ് ഓരോ ജില്ല കേന്ദ്രീകരിച്ചുള്ള തീർച്ചയായും കൊല്ലം ഏതാണ്ട് 24% പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്തനംതിട്ട 23.5%. ആലപ്പുഴ നോക്കിയാൽ 26% പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തി. കോട്ടയത്ത് 25% പോളിംഗ്. ഇടുക്കി നോക്കിയാൽ 23.5%. ഏതാണ്ട് ഇത്തവണ ഏറ്റവും കുറവ്. ഒപ്പം എറണാകുളത്ത് 23%. തീർച്ചയായും എറണാകുളം, ഇടുക്കി അവിടെയാണ് ഏറ്റവും കുറവ് എന്ന് പറയേണ്ടി വരും. തൃശൂർ 26% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പാലക്കാട് നോക്കിയാൽ 25.5% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മലപ്പുറത്തെ 27% പോളിംഗ്.
കോഴിക്കോട് 29%. കോഴിക്കോടാണ് ഇതുവരെയും ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത്. വയനാട്ടിലേക്ക് വരുമ്പോൾ 25% എന്ന നിലയിൽ പോളിംഗ് രേഖപ്പെടുത്തുന്നു. കണ്ണൂർ നോക്കിയാൽ 26.5% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കാസർഗോഡ് 25%. ഈ നിലയ്ക്കാണ് ഓരോ ജില്ലകളിലും നോക്കിയാൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൊത്തത്തിൽ കേരളം 25.07% പൊതുചിത്രം കേരളത്തിന്റെ ഒരു പൊതുചിത്രം ഒരുപക്ഷെ നോക്കിക്കഴിഞ്ഞാൽ